മനസ്സിലാക്കി എഴുതിയ ആ കവിത വായിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നു. എന്നിട്ട് മഹാനര ലോകത്തോടെ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ സ്നേഹത്തെ സംബന്ധിച്ച, മനുഷ്യനറിയാതെ പോയ അള്ളാഹുവിന്റെ സ്നേഹത്തെ സംബന്ധിച്ച് 12,000-ഓളം കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു വിവരവുമില്ലാത്ത അബൂനുവാസിന്റെ 3 വരി കവിതകളിലേക്ക് തട്ടിച്ചു നോക്കിയാൽ എന്റെ 12,000 കവിത പരാജയമാണ്. അതിനും അപ്പുറമാണ് അബൂനുവാസിന്റെ 3 വരി കവിത. ഏതാണ് ആ കവിത എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അതിന്റെ ആശയങ്ങൾ ഒരുപാട് കേട്ടവരാ നമ്മൾ. അതുകൊണ്ട് ഇന്ന് നമുക്കതിന് വിലയില്ല. പക്ഷേ അബൂനുവാസിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോ ആരും കേട്ടിട്ടില്ലാത്ത ആശയങ്ങളായ അർത്ഥഗർഭമേറിയ ആശയം ലോകത്ത് ജന്മമെടുക്കുമ്പോ അത് അത്ഭുതം തന്നെയാണ്. മലക്കുകളെ പോലും മലിയിച്ചു കളഞ്ഞ കവിത ഏതെന്നറിയുമോ? യാ റബ്ബി ഇൻ അളുമത് ദുനൂബി കസറതാ ഫലഖദ് അലിംതു ബി അന്ന അഫ്വക അലമൂ ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനൂ അദൂക റബ്ബി കമാ അമർത തദർറുആ فلئن رددت يديه فأي باب يقرعوا فلئن رددت يديه فمن ذا يرحموا. തന്തൂര് കവിതയാ പ്രിയപ്പെട്ടവരെ. ഇത് അബൂറബി അല്ല പാടിയത്, നിങ്ങളെ അനുഷേദ്യ അധ്യക്ഷന്മാരല്ല പാടിയത്, നിങ്ങളെ പോലത്തെ ഒരു സാധാരണക്കാരൻ, നിങ്ങൾ അത്ര പോലും വിവരമില്ലാത്ത ഒരു പാവത്തിന്റെ എഴുത്ത എന്തോരു ആശയമാണ്. അന്നു വരെ ലോകം കേട്ടിട്ടില്ലാത്ത ആശയം. ഇന്നും അക്ഷര കേരളത്തിന്റെ അവസാന വാക്കുകളായ പല പണ്ഡിതന്മാരുടെയും നാവിൻ തുമ്പിൽ നിന്ന് ഒഴുകുന്നുണ്ട് ഈ ബൈത്തുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, യാ റബ്ബി, പടച്ചവനെ, ഇൻ അളുമത് ദുനൂബി കസറതൻ. അബൂനുവാസ് പാപിയ, വെറും പാപിയല്ല, ഒരുപാട് പാപങ്ങൾ കൊണ്ട് ലോകം തീർത്തവനാ, പാപങ്ങൾ കൊണ്ട് ലോകം സൃഷ്ടിച്ചവനായി അബൂനുവാസ്. എനിക്കറിയാം എന്റെ പാപങ്ങളെ സംബന്ധിച്ച്, എനിക്ക് നല്ല ബോധമുണ്ട് എന്നെ സംബന്ധിച്ച്. പക്ഷേ വലഖദ് അലിംതു, എനിക്കറിയാം നിന്നെ. ഞാൻ എന്റെ ജീവിതം കൊണ്ട് പഠിച്ചു ബി അന്ന അഫ്വക അഅലമു. നിന്റെ സ്നേഹം ഉണ്ടല്ലോ, ഈ അബൂനുവാസ് എന്ന പരമപാപിയോടുള്ള നിന്റെ അലംഘനീയമായ സ്നേഹം, ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്നേഹം, അത് ഭീകരമാണെന്ന് എനിക്കറിയാം തമ്പുരാനെ. അതുകൊണ്ട് പടച്ചവനെ, ആ സ്നേഹത്തെ മുൻനിർത്തി യാചിക്കുന്നു, അബൂനുവാസിനെ നീ മാപ്പ് തരണേ അല്ല, ഈ അബൂനുവാസിനെ നീ പുറത്തു തരണേ അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കരുണയുള്ള വചനങ്ങൾ കേട്ടപ്പോൾ അല്ലാഹു തആല മാപ്പ് കൊടുത്തെങ്കിൽ നല്ല മനസ്സോടുകൂടി കാണുക. അല്ലാഹുവിനെ നമ്മൾ എങ്ങനെ കാണുമോ അതുപോലെ പ്രതികരിക്കും നമ്മുടെ റബ്ബ് നമ്മളോട്. അന ഇൻദ ലന്നി അബ്ദി ബി ഇൻ ശിഅത ഖൈറൻ ഫലഹു വഇൻ ശിഅത ശർറൻ ഫലഹു ഔ കമാ ഖാല സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി. ഒരടിമ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അതുപോലെ ആയിരിക്കും ഞാൻ അവനോട് പെരുമാറുക എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നു, ഖുദ്സിയായ ഹദീസ്. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമോ അതുപോലെയാണ് ഞാൻ അവനോട്. അടികോടുകാരെ അള്ളാഹിനെ കുറിച്ച് വിചാരിക്കണം, എന്റെ അള്ളാഹ് എനിക്ക് പുറത്തു തരും, എന്റെ അള്ളാഹ് എനിക്ക് നല്ല ജോലി തരും, എന്റെ അള്ളാഹ് എനിക്ക് നല്ല മക്കളെ തരും, എന്റെ അള്ളാഹ് എനിക്ക് നല്ല കുടുംബം തരും. ഇതാക്കണം നിന്റെ ചിന്ത. എന്റെ അള്ളാഹ് എന്റെ യുവാക്കളെ, എന്റെ അള്ളാഹ് എനിക്ക് ഇണങ്ങിയ നല്ല ഇണയെ തരും, ഞാൻ തിരഞ്ഞെടുക്കൂല. എന്റെ അള്ളാഹ് അതിന് പറ്റുന്ന ഇണയെ എനിക്ക് തരും. ഇതൊക്കെയാണോ നിന്റെ ചിന്ത? എന്റെ മകൾക്ക് അയോജിച്ച ഇണയെ എന്റെ അള്ളാഹ് എനിക്ക് തരും, അവളെ കെട്ടിക്കാനുള്ള സമ്പത്ത് എനിക്ക് തരും. ഇങ്ങനെയാണോ ചിന്ത? ഫലഹു, അങ്ങനെയാണെങ്കിൽ അവൻ അങ്ങനെ തന്നെ അള്ളാഹ് കൊടുക്കും. നബിയുനാ റസൂലുള്ളാഹി. അതല്ല, എന്റെ അള്ളാഹ് എന്നെ ദുരിതപ്പെടുത്തുന്ന ചെയ്യും, എന്റെ അള്ളാഹ് എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാവോ, എന്റെ പെങ്ങളെ ശ്രദ്ധിച്ചോ, എന്റെ അള്ളാഹ് എന്നെ ദുരിതപ്പെടുത്തും. എപ്പോഴും കഷ്ടപ്പെടുത്തല, എപ്പോഴും രോഗം തരുക, എപ്പോഴും വിഷമിപ്പിക്കല, എപ്പോഴും പ്രയാസപ്പെടുത്തല. എന്റെ കുട്ടി പോകുന്നിടൊന്നും എന്റെ റബ്ബ് വിജയിപ്പിക്കൂല. ഇതാ അള്ളാഹിനെ കുറിച്ച് മോശമായ നിന്റെ ചിന്ത. വിജയം നിനക്കില്ല, നിനക്ക് കിട്ടൂല. നീ ചിന്തിക്കുന്നത് പോലെ തന്നെ അള്ളാഹു ഇനിയും നിന്നോട് പ്രവർത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നല്ല ചിന്ത വെക്കണം പ്രിയപ്പെട്ടവരെ. നല്ല സ്നേഹിതനല്ലേ, നല്ല ചിന്ത വേണം. എവിടെയും വീണാലും എന്നെ രക്ഷപ്പെടുത്തുന്ന എന്റെ അള്ളാഹ്. നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളോട് പോലും അള്ളാന്റെ സമീപനം എങ്ങനെയെന്നറിയോ?